പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിൽ സായുധ സംഘം ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരാഴ്ചയിലധികം പിന്നിടുകയാണ്. അവരെക്കുറിച്ച് ഇതുവരെയും വിവരങ്ങളില്ല. ഇവരുടെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിലും നിഷേറും ബുർക്കിനോ ഫാസോയും ചാടും ഉൾപ്പെടുന്ന സഹേൽ മേഖലയിലും ഇസ്ലാമിക ജിഹാദിസ്റ്റ് സംഘടനകൾ അധികാരം പിടിക്കാനായി ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് 3 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതായി വാർത്ത വന്നത്. അൽ-ഖയ്ദ ബന്ധമുള്ള ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമിൻ എന്ന സംഘടനയാണ് മാലിയിലും സമീപ മേഖലകളിലും സായുധ നീക്കം നടത്തുന്നത്. സായുധരായ ഒരു കൂട്ടം ആളുകൾ ബലമായി അവരെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. കണക്കുകൾ അനുസരിച്ച് 400ഓളം ഇന്ത്യക്കാരാണ് മാലിയിലുള്ളത്. കയസ് നഗരത്തിൽ ഇന്ത്യൻ ബിസിനസ് സ്ഥാപനമായ പ്രസാദിത്യ ഗ്രൂപ്പിന്റെ ഡയമണ്ട് സിമന്റ് ഫാക്ടറിയിലെ ജീവനക്കാരായ 3 പുരുഷന്മാരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പനാട് വെങ്കടരമണ എന്ന ഒഡീഷ സ്വദേശിയായ എഞ്ചിനീയറും തെലങ്കാന ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 2 പേരുമാണ് സായുധ സംഘത്തിന്റെ പിടിയിലുള്ളത്. സിമന്റ് ഫാക്ടറിയിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ അമരലങ്കേശ്വര റാവുവാണ് മൂവരിൽ ഒരാൾ. മാലിയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരോട് അതീവ ജാഗ്രത പുലർത്താൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാലി തലസ്ഥാനമായ ബമാക്കോയിലുള്ള ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്താനും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയ അതേ ദിവസം മാലിയിൽ പലയിടങ്ങളിലായി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ജിഹാദിസ്റ്റ് സംഘങ്ങൾ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ സംഭവത്തോടെ ആഫ്രിക്കയിലെങ്ങുമുള്ള ഇന്ത്യക്കാർ ഭീതിയിലാണ്. സഹേൽ മേഖലയിലുള്ള നിഷേറിൽ കഴിഞ്ഞ ഏപ്രിലിൽ 5 ഇന്ത്യക്കാരെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇവരെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.